ഹായ് ട്രേഡേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റിയുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസത്തെ അവധിക്ക് ശേഷം അവിചാരിതമായ മൺഡേ ക്ലോസിംഗിന് ശേഷം ഇന്ന് ചൊവ്വാഴ്ച നിഫ്റ്റി ഓപ്പൺ ആയിരിക്കുന്നത് ഒരു 145 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിൽ 21,716 എന്ന ലെവലിലാണ്. അതിനുശേഷം 21,750 വരെ അപ്വേർഡ് സഞ്ചരിച്ചെങ്കിലും ഉയരങ്ങൾ താണ്ടാനാവാതെ ഹോൾഡ് ചെയ്യാനാവാതെ നിഫ്റ്റി ബ്രേക്ക് ഡൗൺ ആയി താഴേക്ക് പോരുകയായിരുന്നു. ഇന്ന് ടെസ്റ്റ് ചെയ്ത ലോ എന്ന് പറയുന്നത് 21,192 ലെവലാണ്. ഇന്നലത്തെ ക്ലോസിംഗിനെ അപേക്ഷിച്ച് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത് 328 പോയിന്റ് നെഗറ്റീവിലാണ്. അതായത് 21,243 ലെവലിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഓപ്പണിങ്ങിനെ അപേക്ഷിച്ച് ഇന്നത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് -473 പോയിന്റിൻ്റെതാണ്. കുറച്ച് വലിയ ഒരു നെഗറ്റീവ് ക്ലോസിംഗ്, ഒരു വലിയ ബിയറിഷ് ക്യാൻഡിലാണ് നമുക്ക് ഇന്നത്തെ ഡേ ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ ലഭ്യമാക്കുന്നത്. അപ്പോൾ ഇത്രയധികം മൂവ്മെന്റ് തന്നിരിക്കുന്ന 558 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് ഇന്ന് നിഫ്റ്റി തന്നിട്ടുള്ളത്. ഇത്രയധികം പോയിന്റ് ഡൗൺവേർഡ് മൂവ്മെന്റ് തന്നപ്പോൾ നമ്മളുടെ ഇന്നലത്തെ ട്രേഡിംഗ് പ്ലാൻ പ്രകാരം ഇന്ന് എന്ത് ട്രേഡ് സാധ്യമായിട്ടുണ്ട് എന്ന് പരിശോധിക്കാം. ശനിയാഴ്ചത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തി തുടർന്ന് ഓപ്പണിംഗ് ആയി വരുന്ന നമ്മളുടെ ഒരു ട്രേഡിംഗ് ദിനത്തിലേക്ക് വേണ്ടി എത്തരത്തിലായിരിക്കണം നമ്മുടെ ട്രേഡ് എന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഇങ്ങനെയായിരുന്നു. 21,670 സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ ലെവലായും 21,540 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവലുമായിട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഈ ബ്ലാക്ക് ലൈനുകൾക്കിടയിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അതുവരെ നൽകിയല്ലോ ഓർ പ്രധാനമായും റെഡ് ലൈൻ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുമെന്നും, മറിച്ച് ഈ ഏരിയയിൽ നിന്നും ഒരു ഡൗൺവേർഡ് ഡയറക്ഷനാണ് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം പ്രധാനമായും ഈ ഗ്രീൻ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും എന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. ഒപ്പം ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ എപ്രകാരമായിരിക്കണം ട്രേഡ് എന്നും ഞാൻ പറഞ്ഞിരുന്നു. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ഗ്രീൻ ലൈനിന് മുകളിൽ നൽകിയിരിക്കുന്ന ഒരു റേഞ്ചിൽ നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ലെവലുകളിൽ എത്തുകയാണെങ്കിൽ അവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുന്ന പക്ഷം അതുവരെ നൽകിയ ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട്, അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അങ്ങനെ പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് ഒരു പോസിറ്റീവ് മൊമെന്റം ആണെന്ന് മനസ്സിലാക്കി നമ്മൾ ട്രേഡ് ഫോളോ ചെയ്യുക എന്നും, മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അല്ലെങ്കിൽ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും എന്നുമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ പ്രകാരം ഇന്ന് നൽകിയത് ഒരു 145 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 720 എന്ന ലെവലിന് മുകളിലായിരുന്നു അതുണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ ഹോൾഡ് ചെയ്യാൻ കഴിയാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഡൗൺവേർഡ് ഡയറക്ഷനാണ് ലഭിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ അതിന് മാത്രം നേരം വെയിറ്റ് ചെയ്ത് മാർക്കറ്റിൻ്റെതായ ഒരു ഡയറക്ഷൻ നൽകുന്നത് വരെ ഡിസിപ്ലിനോടുകൂടി കാത്തു നിൽക്കാൻ തയ്യാറായ ഒരാൾക്ക് മാർക്കറ്റ് ഡൗൺവേർഡ് ആണ് സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഒരാൾ ഈ ഏരിയയിൽ നിന്ന് എവിടെ നിന്നും ഇതൊരു റെസിസ്റ്റൻസ് സോൺ ആണെന്ന് തിരിച്ചറിഞ്ഞ് ഇവിടെ നിന്നോ അതല്ല വീണ്ടും അതുവരെ നൽകിയ ലോ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഡൗൺവേർഡ് സഞ്ചരിക്കുമ്പോൾ ഇവിടെ നിന്നോ ജോയിൻ ചെയ്ത ഒരാൾക്ക് അതുവരെ നൽകിയ ഉയരം സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് അത്രയധികം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. അനവധി സമയങ്ങളിൽ 1, 2, 3 പ്രാവശ്യമായി ടാർഗറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും റീ എൻറ്റർ ചെയ്യാനുള്ള അവസരവും മാർക്കറ്റ് തന്നിരുന്നു. ഈ ഏരിയയിൽ നിന്നും ചെറിയൊരു സപ്പോർട്ട് കാണിച്ചിരുന്നു എങ്കിലും അവിടെയും ഹോൾഡ് ചെയ്യാൻ കഴിയാതെ വീണ്ടും നിഫ്റ്റി ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്ത് നമ്മളുടെ ബൈ ഏരിയ സെൽ ഏരിയ ഒക്കെ റെസിസ്റ്റൻസ് ഏരിയയും സപ്പോർട്ട് ഏരിയയുമാണ്. ആ ഏരിയയിൽ നിന്നെല്ലാം യഥാവിധി മാർക്കറ്റ് പ്രതികരിച്ചിട്ടുണ്ട്, സപ്പോർട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നെല്ലാം സാധ്യമാകാതെ വീണ്ടും ഡൗൺവേർഡ് ഡയറക്ഷനിൽ പോരുകയാണ് ചെയ്തിരുന്നത്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ടാർഗറ്റുകൾ യഥാക്രമം നൽകിക്കൊണ്ട് കൃത്യമായും ഈ ഏരിയകൾ വരെ 21,190 എന്ന ലെവൽ വരെ നമ്മൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്ന ടാർഗറ്റുകൾ തന്നെയായിരുന്നു. അത്തരത്തിൽ ട്രേഡ് കൃത്യമായി പ്ലാൻ ചെയ്ത് മാർക്കറ്റ് അതിൻ്റെതായ ഒരു ഡയറക്ഷൻ കാണിക്കുന്നത് വരെ വെയിറ്റ് ചെയ്ത് അതിനുശേഷം ട്രേഡിൽ എൻ്റർ ആയ ഏതൊരാൾക്കും ഇന്ന് നല്ല ട്രേഡിംഗ് അവസരം ലഭിച്ചിട്ടുണ്ട്, ധാരാളം പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയധികം മൂവ്മെന്റ് തന്ന ഇന്നേ ദിവസത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്തായിരിക്കണം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 21,379 എന്ന ലെവൽ ഗ്രീൻ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 21,192 എന്ന ലെവൽ റെഡ് ലൈനും രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതിനിടയിൽ ബ്ലാക്ക് ലൈനുകളായി 21,341, 214 എന്ന ഏരിയ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഇന്ന് ക്ലോസ് ചെയ്തതിനോടടുത്ത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ നിഫ്റ്റി നൽകുന്നതെങ്കിൽ, ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനാണ് നമുക്ക് നൽകുന്നതെങ്കിൽ, അതുവരെ നൽകിയ ലോ ഓർ പ്രധാനമായും 21,192 എന്ന ലെവൽ ഇന്നത്തെ ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ഇത് ഒരു പ്രത്യേക റെസിസ്റ്റൻസ് ആയി വരാവുന്ന ഒരു ഏരിയയാണ് 21,285 എന്ന ലെവൽ. അത് ബ്രേക്ക് ചെയ്ത് 21,341 എന്ന ലെവലിലേക്കാണ്, അങ്ങനെ ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഫസ്റ്റിലത്തെ ടാർഗറ്റ്. അതിനുശേഷം ടാർഗറ്റ് കവർ ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്യും. ഇത് ഒരു സെല്ലിംഗ് ഏരിയ ആണ്, റെസിസ്റ്റൻസ്, സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഈ ഏരിയയിൽ നിന്നും പ്രൈസ് എന്താണ്, പ്രൈസിന്റെ മൂവ്മെന്റ് ഡയറക്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കുകയാണ് ഞാൻ ചെയ്യുക. ഈ ഗ്രീൻ ലൈനിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്ന പക്ഷം മാത്രം അവിടുന്ന് തുടർന്ന് ഒരു ഡിക്ലൈൻ ലഭിച്ചാൽ പിന്നീട് നൽകുന്ന ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുമ്പോൾ അതുവരെ നൽകിയ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി സ്ട്രിക്റ്റ് ആയി കരുതിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനും ഞാൻ ട്രേഡ് ചെയ്യും. അങ്ങനെ തുടർന്ന് അപ്വേർഡ് പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ 21,428, 21,486, 550 എന്നീ ലെവലുകളാണ്. അതേസമയം നാളെ ഈ ലെവലിൽ നിന്നും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് മാർക്കറ്റ് സഞ്ചരിക്കുന്നതെങ്കിൽ, സ്റ്റോപ്പ് ലോസ് ആയി കരുതിയിരിക്കുന്ന, സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ ആയി കരുതിയിരിക്കുന്ന 21,192 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ അതിന്റെ അടിയിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അതുവരെ നൽകിയ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് 21,103, 21,041, 20,979, 20,890 എന്നീ ടാർഗറ്റുകൾ ആണ് അടുത്തതായി ഞാൻ പ്രതീക്ഷിക്കുക ഡൗൺവേർഡ് ഡയറക്ഷനിൽ. എന്നാൽ നാളെ മാർക്കറ്റ് ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് തന്ന് 21,341 എന്ന റേഞ്ചിൽ ആ ഏരിയയിൽ ഓപ്പൺ ആവുകയും അവിടെ നിന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുന്ന പക്ഷം അതുവരെ നൽകിയ ഉയരം അവർ പ്രധാനമായും 21,379 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ തീർച്ചയായും ആദ്യമേ പ്രതീക്ഷിക്കുന്ന ബ്രേക്ക് ചെയ്ത് ഡൗൺവേർഡ് പോകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് ഇന്നത്തെ ലോ തന്നെയായ 21,192 ലെവലാണ്. അങ്ങനെ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യുകയും ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഇന്നത്തെ ലോയ്ക്ക് താഴെ ക്ലോസ് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് തുടർന്ന് ഒരു ഉയരം നൽകുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ വീണ്ടും കാണിക്കുമ്പോൾ സെല്ലിംഗ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്ത് ഒരു PE ഓപ്ഷൻ ഹോൾഡ് ചെയ്യുക. അപ്പോൾ അതുവരെ നൽകിയ ഡേയ്സ് ഹൈ മാത്രമായിരിക്കും സ്റ്റോപ്പ് ലോസ്, അത് സ്ട്രിക്റ്റ് ആയി കീപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം തുടർന്നും താഴോട്ടുള്ള ഓരോ ടാർഗറ്റുകളുമാണ് ഞാൻ പ്രതീക്ഷിക്കുക. ഇനി ഗ്യാപ് ഡൗൺ തന്നാലും ഇന്നത്തേത് പോലെ തന്നെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നാളെ മാർക്കറ്റിൽ ഉണ്ടാവുന്നതെങ്കിൽ, മാർക്കറ്റ് വന്നിരിക്കുന്ന ഏരിയയിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ തുടർന്ന് വീണ്ടും ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട്, ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അതിന് പകരം ഈ സപ്പോർട്ട് ഏരിയകളിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട്, അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി പ്രധാനമായും കരുതിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ക്ലോസിംഗ്, ഇന്നത്തെ ലോ, ഇന്നത്തെ ക്ലോസിംഗ് എന്നിവയായിരിക്കും ആദ്യമായി കണക്കാക്കുന്ന ടാർഗറ്റുകൾ. ഇനി ഒരു വേള ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകി 21,379 എന്ന നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന ലൈനിന് മുകളിലാണ് എങ്കിലും ഈ ഏരിയകളിൽ എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് എന്ന് നോക്കി ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകി തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് സോണുകളായ ടാർഗറ്റ് ഏരിയകളിലോട്ട് പോകുന്നു എന്ന ഫീൽ വന്നാൽ മാത്രം അതുവരെ നൽകിയ ലോ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കരുതിക്കൊണ്ട് ഞാൻ അപ്വേർഡ് ഡയറക്ഷനും ട്രേഡ് ചെയ്യും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നാളെയും
നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് നിഫ്റ്റിയിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്